കർത്താവിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ അവസാനം വന്ന് ഭവിക്കുന്നതായ അനുഗ്രഹീത പെരുന്നാൾ, കുടുംബ പെരുന്നാൾ എന്നുകൂടെ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ സാധിക്കും. ഓരോ പെരുന്നാളുകൾക്കും ഓരോരോ സന്ദേശമെങ്കിൽ ക്രിസ്തുമസ് നൽകുന്നത് 3 വിലപ്പെട്ട സന്ദേശങ്ങളാണ്. മാലാഖമാർ ഇപ്രകാരം പാടുന്നുണ്ട്: തെശുബുഹത്തോലാലോഹോ ബമറവൂമേ അല്ലറവോ ശ്ലോമോ ശൈനോ സബുറോത്തോ ബോലബുനൈനോ ശോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ശാന്തി, സംപ്രീതി. ക്രിസ്മസ് നൽകുന്നത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സംപ്രീതിയുടെയും സന്ദേശമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം യാദൃശ്ചികമായി വന്ന് ഭവിക്കുന്നതല്ല. അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700-ൽ പരം വർഷങ്ങൾക്കപ്പുറം യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പ്രവചിക്കുന്നതായി നമ്മൾ കാണുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ ഏകദേശം 332ഓളം പ്രവചനങ്ങൾ ഉള്ളതായി വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവവതാരം. വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, അതത്രേ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയിലൂടെ ഈ ലോകത്തിൽ വെളിപ്പെടുന്നത്. യഹൂദിയായിലെ ജനങ്ങൾ ഒരു വലിയ രക്ഷകൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആയിരുന്നു. ശമരിയക്കാരി സ്ത്രീ യേശുതമ്പുരാനോട് ചോദിക്കുന്നുണ്ട്: മശിഹ വരുമെന്നും അദ്ദേഹം വരുമ്പോൾ സമസ്തവും പഠിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവിൻ്റെ അവതാരം ഉണ്ടാകുകയല്ല, നേരെ മറിച്ച് വരികയാണ്, അല്ലെങ്കിൽ തിരുവവതാരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് തന്നെ തൻ്റെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: അബ്രാഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നുള്ള ആ വലിയ സത്യം. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അനേകം ചരിത്രപരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ഉന്നത കുലസ്ഥരായ അനേകം കന്യകമാർ തങ്ങളുടെ ജീവിതകാലം മുഴുവനും കന്യാവ്രതത്തോടുകൂടി നോക്കിപ്പാർക്കുകയാണ്. അവർ ആഗ്രഹിച്ചു, ക്രിസ്തു ഞങ്ങളിൽ നിന്നും ജനിക്കണം, ക്രിസ്തു ഞങ്ങളുടെ ഉദരത്തിൽ ഉരുവാകണം. അവരുടെ പ്രാർത്ഥനയായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. അവരുടെ ശരീരം അതിനുവേണ്ടി അവർ ഒരുക്കി, എന്നാൽ അവരുടെ മനസ്സ് അതിനുവേണ്ടി അവർ ഒരുക്കുന്നില്ല. അനേകം കന്യകമാർ സുഖലോലുപതയിൽ ജീവിച്ചുകൊണ്ട് കന്യാവ്രതത്തോടുകൂടി മശിഹായെ സ്വീകരിക്കുവാൻ, രക്ഷകനെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുവെങ്കിലും മനസ്സിൻ്റെ ഒരുക്കം നഷ്ടമായതുകൊണ്ട് അവരിൽ ദൈവം പ്രസാദിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ കർത്താവ് പ്രസാദിക്കുന്നത് നിർമ്മലയും നിഷ്കളങ്കയുമായ കന്യക മറിയാമിലാണ്. അവൾ 3 വയസ്സ് മുതൽ ദേവാലയത്തിൽ വളർന്നു. ദൈവികമായ കാര്യങ്ങളിൽ അവൾ പൂർണ്ണമായി വ്യാപൃതയായപ്പോൾ പരിശുദ്ധാത്മാവ് തനിക്ക് ഇറങ്ങി വസിക്കുവാൻ വേണ്ടി അവളെ തിരഞ്ഞെടുക്കുകയാണ്. 14 വയസ്സുള്ള ബാലികയുടെ അടുക്കൽ ദൂതന്മാരിൽ പ്രധാനിയായ ഗബ്രിയേൽ കടന്നു ചെന്ന് സംഭവിക്കുവാനിരിക്കുന്ന വലിയ സന്ദേശം അറിയിച്ചപ്പോൾ അവൾ സ്വയം വിനയാന്വിതയായിക്കൊണ്ട്, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രതിവചനമായിട്ട് പറയുകയാണ്.
ജീവിതത്തിൽ അന്നു മുതൽ അനേകം പ്രതിസന്ധികളിലൂടെ മറിയാമിന് കടന്നു പോകേണ്ടതായി വന്നു. താൻ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നതായ യൗസേപ്പ് എന്നു പേരുള്ള ആ നീതിമാൻ അവളെ സംശയിക്കുകയും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവിക്കുവാൻ ഒരിടമില്ലാതെ ഓരോരോ വാതിലുകളിലും മുട്ടുന്നതായി നമ്മൾ കാണുകയാണ്. അവസാനം അവളുടെ പ്രസവകാലം തികഞ്ഞപ്പോൾ അവൾ കല്ലടാവിൽ ലോകരക്ഷകന് ജന്മം കൊടുക്കുന്നു. വചനത്തിന് പ്രവൃത്തിയിലൂടെ ആത്മാർത്ഥമായ പ്രത്യുത്തരം മാതാവ് കന്യക മറിയാം നിറവേറ്റുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇപ്രകാരം എഴുതി വച്ചത്, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടത്: ദൈവത്തെ മറിയാം മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകല ജഗത് പോഷകനേകി ദൈവത്തോടു നരനെ യോജിപ്പിച്ചവനെ വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ. യേശുതമ്പുരാൻ ജനിക്കുമ്പോൾ ആ സന്ദേശം കേൾക്കുവാനും ആദ്യമായി അത് അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ്. അതിനുള്ള കാരണം അവരുടെ നിഷ്കളങ്കത. അവർ ദരിദ്രരായിരുന്നു, അവർ കഠിന അധ്വാനികളായിരുന്നു, ഒരന്തി ഉറങ്ങാൻ പോലും അവർക്ക് ഇടമില്ലായിരുന്നു, തണുപ്പകറ്റുവാൻ അവർക്ക് വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നതായി നമ്മൾ കാണുന്നത്. അവർക്ക് സമൂഹത്തിൽ യാതൊരു വിലയും നിലയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ അവരുടെ ആശ്രയം ദൈവമായിരുന്നു. ജീവിതത്തിൻ്റെ സർവസ്വവും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ഇല്ലായ്മയിൽ, അവരുടെ ദരിദ്രാവസ്ഥയിൽ, അവരുടെ വേദനയിൽ അവർ സർവ്വതും സഹിക്കുവാനും സർവ്വതും ഉൾക്കൊള്ളുവാനും മനസ്സുള്ളവരായിരുന്നു. അതുകൊണ്ട് രക്ഷകൻ ജനിച്ചു എന്നുള്ള സന്ദേശം ഇസ്രായേൽ ഉന്നത കുലത്തിലെ അന്തഃപുരങ്ങളിലല്ല, പാവപ്പെട്ട ആട്ടിടയന്മാർ വിശ്രമിക്കുന്ന, രാത്രിയിൽ തീ കായുന്നതായ ഇടത്ത് ലഭിക്കുകയും ആ സന്ദേശം അവർ അറിഞ്ഞ് യേശുതമ്പുരാനെ, യേശുകുഞ്ഞിനെ കാണുവാനായിട്ട് ഓടി അണയുകയും ചെയ്യുന്നതായി നമ്മൾ കാണുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ക്രിസ്മസ് കൊണ്ട് അർത്ഥമാകുന്നത് ശൂന്യവൽക്കരണത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ജീവിതക്രമമാണ്. ഒരു ശിശുവിൻ്റെ രൂപം സ്വീകരിക്കുവാൻ സാധിക്കുക, നിഷ്കളങ്കമായ മനോഭാവത്തോടെ, നിഷ്കളങ്കമായ ചിന്തയോടെ ഈ പെരുന്നാളിനെ നമുക്ക് വരവേൽക്കുവാൻ സാധിക്കണം. ബാഹ്യമായിരിക്കുന്ന മോടികളാലല്ല, ആന്തരികമായിരിക്കുന്ന വലിയ ഒരു പരിവർത്തനത്താൽ ഈ പെരുന്നാളിലേക്ക് നമുക്ക് സമീപസ്ഥരാകുവാൻ സാധിക്കണം. ക്രിസ്തുമസിനോടനുബന്ധിച്ച് നമ്മൾ നക്ഷത്രങ്ങൾ തെളിയിക്കുന്നു, പുൽക്കൂടുകൾ ഒരുക്കുന്നു, വളരെ വളരെ ഒരുക്കങ്ങൾ, കരോൾ ഗാനങ്ങൾ പാടിക്കൊണ്ട്, അതേപോലെ തന്നെ മറ്റു പല രീതിയിൽ സന്ദേശങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട്, ഒരു കാലത്ത് കാർഡുകൾ, സന്ദേശങ്ങൾ അയക്കുവാനുള്ള മാധ്യമങ്ങൾ ഉപാധികളായിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ മറ്റ് പല രീതിയിലൂടെയും നമ്മൾ സന്ദേശങ്ങൾ കൈമാറുകയാണ്. ഈ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങൾ വിരിച്ചൊരുക്കപ്പെട്ട പുൽക്കൂടായി തീരുന്ന അനുഭവത്തിൽ ആയിത്തീരണം. നിഷ്കളങ്കത, നിർമ്മലത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൻ്റെ ആദ്യ നിമിഷമായി ക്രിസ്മസിലേക്കുള്ള ഈ പ്രവേശനം നമുക്ക് അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. യേശുക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറവലിക്കുമ്പോൾ, തിരുശീല മാറ്റുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് അവിടെ പിതാക്കന്മാർ സൂചിപ്പിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ആരംഭം യേശുവിൻ്റെ ജനനമാണ്. ജീവിതബന്ധമില്ലാത്ത ക്രിസ്തുമസ് ആഘോഷം അർത്ഥശൂന്യമായി പോകുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കുകയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ ക്രിസ്തു
ലോകർക്ക് വെളിപ്പെടുവാൻ ഇടയാകുകയും ചെയ്യണം. വിശുദ്ധനായ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്ത്യാനിയല്ല, നീ ക്രിസ്തുവാകുന്നു. നീ സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങളിലൂടെ ക്രിസ്തു സംസാരിക്കട്ടെ. നീ ചിന്തിക്കുമ്പോൾ നിന്റെ ചിന്തകളിലൂടെ ക്രിസ്തു ചിന്തിക്കട്ടെ. നീ പ്രവർത്തിക്കുമ്പോൾ നിന്റെ കരങ്ങളിലൂടെ ക്രിസ്തു പ്രവർത്തിക്കട്ടെ. നീ ക്രിസ്ത്യാനിയല്ല, നീ ക്രിസ്തുവാകുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കത്തോടും പ്രാർത്ഥനയോടും നോമ്പോടും കൂടെ ഈ നാളുകൾ നാം കഴിച്ചു കൂട്ടുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആഴത്തിൽ കണ്ണോടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതം ഒരുക്കത്തിൻ്റെ അനുഭവത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ആ വലിയ ക്രമത്തിലേക്ക് കൊണ്ടുവരിക. ലോകവും ലൗകിക മോദങ്ങളും ആഡംബരങ്ങളും ലൗകികമായിരിക്കുന്ന പല സംവിധാനങ്ങളും ഒരുപക്ഷെ ഈ പെരുന്നാളിൻ്റെ ആശയവും ഈ പെരുന്നാളിൻ്റെ സന്ദേശവും മറ്റൊരു തലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയേക്കാം. പക്ഷേ നമ്മുടെ പിതാക്കന്മാർ ആഗ്രഹിക്കുന്ന, പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളിലൂടെയും ധ്യാനാത്മകമായിരിക്കുന്ന ഓരോ ചിന്തകളിലൂടെയും ക്രിസ്തു നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ക്രിസ്മസിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കട്ടെ. അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്ത്യാനിയല്ല, നീ ക്രിസ്തുവാകുന്നു. നിന്റെ പ്രവർത്തനങ്ങളിലൂടെ, നിന്റെ ചിന്തകളിലൂടെ, നിന്റെ ആലോചനകളിലൂടെ ക്രിസ്തു ജീവിക്കട്ടെ. കൽക്കട്ടയുടെ തെരുവീഥികളിൽ ആരോരുമില്ലാതെ നിരാലംബരായി കഴിഞ്ഞിരുന്ന പാവപ്പെട്ടവർക്ക് ആശ്രയവും ശരണവും അത്താണിയുമായി തീർന്ന പാവങ്ങളുടെ അമ്മ മദർ തെരേസ ഒരിക്കൽ ഒരു ബേക്കറി ഉടമസ്ഥൻ്റെ ആഗ്രഹപ്രകാരം ക്രിസ്മസ് സമയത്ത് കേക്കുകൾ സൗജന്യമായി ലഭിക്കുന്നത് വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ പോകുകയുണ്ടായി. അമ്മയും കൂടെയുള്ള സന്യാസിനികളും ബേക്കറിയിൽ നിന്നുകൊണ്ട് കേക്ക് വാങ്ങിക്കുകയാണ്. ഈ സമയത്ത് ഒരു കൊച്ചുകുട്ടി ദൂരെ മാറി നിന്ന് വളരെ ആകാംക്ഷയോടുകൂടെ അമ്മയെയും കൂടെയുള്ളവരെയും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട്. ഈ കൊച്ചുകുട്ടിയുടെ ആ നോട്ടം അമ്മയിലേക്ക് പതിഞ്ഞപ്പോൾ മദർ തെരേസ ഈ കൊച്ചുകുട്ടിയെ കണ്ടു. വളരെ ശാന്തമായി ആ കുഞ്ഞിനെ കൈകാട്ടി വിളിച്ചു. ഈ കുഞ്ഞ് ആ ബേക്കറിയിലേക്ക് കടന്നു വന്നു. ഒന്നും സംസാരിച്ചില്ല. മദർ തെരേസ കൂട്ടിവെച്ചിരിക്കുന്നതായ കേക്കിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നീട്ടി. ഈ കുഞ്ഞ് എന്തെന്നില്ലാത്ത ആശ്ചര്യത്തോടുകൂടി രണ്ട് കരങ്ങളും നീട്ടി ഈ കേക്ക് വാങ്ങിച്ചു. മദർ തെരേസയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആർ യു ജീസസ് ക്രൈസ്റ്റ്? നീ യേശു ക്രിസ്തുവാണോ? മദർ തെരേസ ആകാംക്ഷയോടുകൂടി കുഞ്ഞിനോട് ചോദിച്ചു, എന്താണ് മോൻ ഇങ്ങനെ എന്നോട് ചോദിക്കുവാൻ കാരണം? ഇവൻ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ എൻ്റെ അമ്മയ്ക്കുള്ള ഏകമകനാണ്. അപ്പൻ നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ വളരെ പ്രയാസപ്പെട്ട് എന്നെ വളർത്തി. എൻ്റെ അമ്മ പല വീടുകളിലും പോയി കൂലിവേല ചെയ്താണ് എൻ്റെ പഠനകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പലവട്ടം ആവശ്യപ്പെട്ടു, അമ്മേ, നമ്മളുടെ വീട്ടിൽ നമുക്കൊരു സ്റ്റാർ തൂക്കണ്ടേ? നമ്മളുടെ വീട്ടിൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഒരുക്കണ്ടേ? നമ്മളുടെ വീട്ടിൽ നമുക്കൊരു പുൽക്കൂട് ക്രമീകരിക്കണ്ടേ? എൻ്റെ സുഹൃത്തുക്കൾ ക്ലാസ്സിലിരുന്നു കൊണ്ട് അവർ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നു അവരുടെ വീട്ടിൽ നടത്തുന്ന ആഘോഷങ്ങളെക്കുറിച്ച്, മധുരങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും. അമ്മ, എനിക്ക് സഹിക്കുന്നില്ല. അമ്മ അവരുടെ നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞു, മോൻ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം യേശുക്രിസ്തു നമുക്ക് തരും. മോൻ പ്രാർത്ഥിച്ചാൽ മതി. അവസാനം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ക്രിസ്മസ് അടുത്ത് വരുന്ന ഒരു കേക്കെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണം. ഈ കൊച്ചുകുട്ടി അവൻ്റെ നിഷ്കളങ്കതയിൽ, അവൻ്റെ പ്രാർത്ഥനയിൽ ഇതൊരു ഭാഗമാക്കി. അവൻ സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിക്കുള്ള ഈ ബേക്കറിയുടെ വാതിക്കൽ നിന്ന് ബേക്കറിയിൽ ക്രിസ്മസ് സമയത്ത് അലങ്കരിച്ചു വച്ചിരിക്കുന്ന കേക്കുകളിലേക്ക് നോക്കി അവൻ പ്രാർത്ഥിക്കും, യേശുവേ, എനിക്കൊരു കേക്ക് തരണമേ. അവൻ്റെ പ്രാർത്ഥനയാണ്. അവൻ രാവിലെയും വൈകുന്നേരവും ഈ ബേക്കറിയുടെ മുമ്പിൽ പോയി നിന്ന് അവൻ പ്രാർത്ഥിക്കും, യേശുവേ, ഒരു കേക്ക് തരണമേ. ഒരിക്കൽ അവൻ അങ്ങനെ ആ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ്
ബേക്കറിയിൽ നിന്നും കേക്ക് കളക്ട് ചെയ്യുന്ന മദർ തെരേസയുടെ അവൻ കാണുവാൻ ഇടയായത്. ആ സമയത്താണ് ഉപവികളുടെ അമ്മ അവനെ വിളിച്ച് അവന് ഈ കേക്ക് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, ആർ യു ജീസസ് ക്രൈസ്റ്റ്? അവൻ്റെ അമ്മയുടെ ആഗ്രഹവും അവൻ്റെ അമ്മയുടെ അവനിലൂടെയുള്ള പ്രാർത്ഥനയുമായിരുന്നു, ജീസസ്, യേശു നിനക്ക് കേക്ക് തരും. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മളെ പ്രതീക്ഷിക്കുന്ന അനേകർ ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിലുണ്ട്. നമ്മളിലൂടെ സ്നേഹവും സ്വാന്തനവും കരുണയും അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള സഹായങ്ങളും പ്രതീക്ഷിക്കുന്ന അനേകർ ഇന്ന് സമൂഹമധ്യത്തിലുണ്ട്. ആകയാൽ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും, നമുക്കുള്ളതെല്ലാം നമ്മളുടെ ആർഭാടത്തിനും നമ്മളുടെ സ്വയമായ ആഘോഷത്തിനും വേണ്ടി ഉള്ളതല്ല എന്ന് പൂർണ്ണതയിൽ ചിന്തിക്കുവാനും, എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത് അവരൻ്റെ നിലനിൽപ്പിനും അവൻ്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാളിനെ ആഘോഷിക്കുവാനും നമുക്ക് സാധിക്കണം. ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കട്ടെ, ക്രിസ്തു നമ്മളിലൂടെ ജനിക്കട്ടെ, ക്രിസ്തു ആരെന്ന് ലോകം നമ്മളിലൂടെ അറിയട്ടെ, ക്രിസ്തു ലോകത്തിൽ ജീവിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുർക്കിയിൽ മർദീൻ അടുത്ത് ഹാഹ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഹാഹിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പുരാതനമായൊരു ദേവാലയമുണ്ട്. ഒരിക്കൽ ഇതൊരു ചരിത്ര സ്മാരകമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇത് സുറിയാനി സഭയുടെ ദേവാലയമായി മാറ്റപ്പെട്ടു. ചരിത്രം പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ആകാശത്ത് തെളിഞ്ഞതായ വിസ്മയനീയ നക്ഷത്രം കണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാർ സമ്മാനങ്ങളുമായി യാത്ര തിരിച്ചു എന്നാണ്. അങ്ങനെ അവർ എല്ലാവരും വിവിധ ഭാഗങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് ഈ ഹാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവർ പരസ്പരം കണ്ടു. അവരുടെ ആഗമന ഉദ്ദേശം എന്ത്, അല്ലെങ്കിൽ യാത്രാ ഉദ്ദേശം എന്ത് എന്ന് അവർ പരസ്പരം പങ്കുവെച്ചു. അവർ തീരുമാനിച്ചു, നമ്മളെല്ലാവരും പോകേണ്ട കാര്യമില്ല, ഇവരിൽ ഈ കൂട്ടത്തിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്ത് നമുക്ക് ഈ അത്ഭുത ശിശുവിനെ കാണുവാനായി അയക്കാം. അങ്ങനെ 3 പേരെ തിരഞ്ഞെടുത്ത് അവർ എല്ലാവരും കൊണ്ടുവന്നതായ വിശിഷ്ട വസ്തുക്കളിൽ ഈ 3 പേരെ ഏൽപ്പിച്ച് അവർ യാത്രയാക്കുകയാണ്. യാത്ര ചെയ്ത് അവർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ നിന്നും ബേത്ലഹേമിലെത്തി മറിയമിനോട് കൂടെയുള്ള ശിശുവിനെ കണ്ടു എന്ന് നമ്മൾ കാണുകയാണ്. യേശുക്കുഞ്ഞിനെ കണ്ടു. തങ്ങളുടെ കൈവശമുള്ള സമ്മാനം എല്ലാം തുറന്ന് അവർ കാഴ്ചകളായി സമർപ്പിച്ചപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയാമിന് വളരെ സന്തോഷമായി. അവൾ ഇവർക്ക് തിരികെ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവളുടെ കൈവശമുള്ളതെല്ലാം അവൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കുവാൻ വിലപിടിപ്പുള്ള യാതൊന്നും അവളുടെ കയ്യിലില്ല. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്മാനത്തിന് മറുപടിയായി ഒരു സമ്മാനം കൊടുക്കുക, അത് പതിവാണ്. എന്നാൽ അവൾക്കതിന് നിവൃത്തിയില്ലാത്തതിനാൽ യേശുക്കുഞ്ഞിനെ കിടത്തിയിരുന്നതായ ആ മെന്തിയിലെ തുവാല തൻ്റെ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പുണർന്നിട്ട് ആ തുവാല എടുത്ത് 4 മടക്കി ഇവർക്ക് കൊടുത്തു. രാജാക്കന്മാർ, ജ്ഞാനികൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അവർ തിരികെ പോന്നു. മറ്റുള്ളവർ ഹാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ മടങ്ങി വരുമ്പം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരികെ ചെന്നു സംഭവിച്ചതായ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. അവർ യേശുക്കുഞ്ഞിനെ കണ്ടതും അതേപോലെ തന്നെ സമ്മാനം നൽകിയതും മറുപടിയായി ലഭിച്ചതായ അല്ലെങ്കിൽ പ്രതിഫലമായി ലഭിച്ച ഈ തുവാലയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. എല്ലാവരും ഈ തുവാല ആകാംക്ഷയോടെ നോക്കി. അവർ പറഞ്ഞു, നമുക്കിത് പങ്കിടാം, വിഭജിച്ചെടുക്കാം, നമ്മളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ അതിലൊരു രാജാവ്, ഒരു വിജ്ഞാനി അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമുക്ക് ഇത് കത്തിച്ച് ഇതിൻ്റെ ചാരം പങ്കിട്ട് കൊണ്ടുപോകാം. ദൈവം അവർക്ക് തോന്നിച്ചതാണ്. അങ്ങനെ ആ തുവാല അവർ വിടുത്തി അതിൻ്റെ ഒരു തുമ്പിൽ തീ കൊളുത്തി. എന്താണ് സംഭവിക്കുന്നത്? തീ ആളിക്കത്തുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നും അനേകം സ്വർണ്ണ നാണയങ്ങൾ അത്ഭുതമെന്ന വിധം നിലത്തേക്ക് വീഴുകയാണ്.
അവർക്ക് കൂടുതൽ ആശ്ചര്യമായി. അവർ പറഞ്ഞു, ഈ നാണയങ്ങൾ നമുക്കുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഇത് തന്ന അമ്മയുടെ, ആ കുഞ്ഞിൻ്റെ അമ്മയുടെ നാമത്തിൽ നമുക്ക് ഇവിടെ ഒരു സ്മാരകം പണിയാം. അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഈ ലോക ചരിത്രത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ആദ്യമായൊരു സ്മാരകം ഹാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടു. എത്ര ഭംഗിയാണത് കാണുവാൻ, എത്ര മനോഹരമാണ് അത് കാണുവാൻ. സ്നേഹിക്കപ്പെട്ടവരെ, അവരുടെ കൈവശമുണ്ടായിരുന്ന ധനമുപയോഗിച്ച് പണിതതായ ആ മനോഹരമായ സ്മാരകം ഇന്ന് അനേകർക്ക് അനുഗ്രഹമാണ്. ഞാനിത് ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്നേഹവും കരുതലും പരിശുദ്ധ അമ്മയിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കൂടെ ഈ ഭാഗമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഈ പെരുന്നാളിൽ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വർഷത്തിൻ്റെ അവസാനം വളരെ പ്രാർത്ഥനയോടെ, നോമ്പോടെ, ഒരുക്കത്തോടെ നമുക്കായിരിക്കാൻ അനുഗ്രഹത്തിനായി ഈ പെരുന്നാൾ ഭവിച്ചിരിക്കുകയാണ്. എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും ദൈവനാമത്തിൽ ഏവർക്കും നേരുകയാണ്. ഈ പെരുന്നാളിലൂടെ ആത്മസന്തോഷം, ആത്മനിർവൃതി, അതിനേക്കാളുപരി രക്ഷകൻ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു ഉണർവിൻ്റെ അനുഭവത്തിൽ ആയിരിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു. ശാലോം TV പ്രേക്ഷകർക്ക് ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സംരക്ഷിത ജാതികളെ വരുവിൻ പാടിൻ, തനയൻ തൻ ജനനത്തിൽ സ്തോത്രം